സാധാരണ നമ്മുടെ യാത്ര കൂടുതലും പൂക്കൾ തേടിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു നേഴ്സറി, അതായത് തൈകളൊക്കെ നട്ടു വളർത്തുന്ന ഒരു വെറൈറ്റി നേഴ്സറിയിലേക്കാണ് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് നാടൻ പെറ്റൂണിയ, നമ്മൾ ഒരുപാട് നേഴ്സറികളിൽ നമ്മളൊക്കെ അന്വേഷിച്ച് നടന്നാലും കിട്ടാത്ത ഒരു ചെടിയാണ് നാടൻ പെറ്റൂണിയ. അതിൻ്റെ ഒരുപാട് കളക്ഷനുള്ള ഒരു നേഴ്സറിയാണ് ഈ മണ്ണൂത്തി അടുത്തുള്ള ഈ ഹിഡൻ നഴ്സറി. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മല്ലിയില നമ്മൾ ഓരോ പച്ചക്കറി കടയിൽ നിന്നും അത് കൂടുതലും വിഷമുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഡെയിലി മേടിച്ച് നമ്മൾ ഭക്ഷണത്തിൽ ചേർക്കുന്നതിന് പകരം മല്ലിയില നമുക്ക് ചട്ടിയിൽ, അതായത് മണ്ണല്ലാതെ തന്നെ കമ്പോസ്റ്റിൽ നട്ട് വളർത്തുന്ന മല്ലിയില, നമുക്ക് മല്ലിയിലയുടെ തൈ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളൊരു തൈ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നുള്ളി എടുക്കാം. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനായി തോന്നി. അപ്പോൾ മൂന്നാമത്, ഈ നേഴ്സറിയിൽ ഒരുപാട് ഗ്രാഫ്റ്റിംഗ് നടത്തുന്ന ഒരു നേഴ്സറി കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ഇൻഫർമേഷനുള്ള വീഡിയോയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കാവുങ്കൽ അഗ്രോടെക് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള ബൈ ആൻഡ് ഫാം നഴ്സറിയാണിത്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു പ്ലാന്റാണ് നാടൻ പെറ്റൂണിയ. 3 കളേഴ്സിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്: ബ്ലൂ, റെഡ്, വൈറ്റ്. ഇപ്പൊ ഇത് പൂവാറായിട്ട് പൂവുണ്ടാവാറായിട്ടാണ് പ്ലാന്റ്സ്. ഇപ്പൊ ഇതിന്റെ സീസണാണ്. മഴയൊക്കെ കഴിഞ്ഞു. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റൂണിയയുടെ സീസണാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ പെറ്റൂണിയ. അതിൽ നമ്മുടെ ഇവിടെ 10-ലധികം വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡബിൾ പെറ്റലുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്. ഡബിൾ പെറ്റല് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോസാപ്പൂ നിൽക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അതും ഒരു 4-5 കളറുകളിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിന്റെ വലിയ പോട്ടുകളും നമുക്ക് ഇവിടെ കിട്ടും, ചെറിയ പോട്ടുകളും കിട്ടും. ഇത് മഴക്കാലത്താണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. മഴ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ? മഴയത്ത് ഇത് അധികം നനവ് പാടില്ല. ഇതിനെ പരിചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല നീർവാർച്ചയുള്ള പോട്ടിലാണ് വെക്കാൻ പാടുള്ളൂ. നനവ് കൂടാനും പാടില്ല, നനവ് കുറയാനും പാടില്ല. ഇതെല്ലാം ഇപ്പൊ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത്. ഇതില് ഹാങ്ങിങ് പെറ്റൂണിയും ഉണ്ട്. ഇതെല്ലാം ഡബിൾ പെറ്റൽ, മൾട്ടി പെറ്റലാണ്. മൾട്ടി പെറ്റലാണ്. ഇതൊരു ഹാങ്ങിങ് പെറ്റൂണിയാണ്, ഈസി വേവ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ബ്രാഞ്ചസ് ഇതിനുണ്ടായിരിക്കും. ചെറിയ ചെറിയ പൂക്കള് അപ്പഴേ ഉണ്ടാവും. ഇത് ഹൈബ്രിഡ് തന്നെയാണ് അല്ലേ? ഹാങ്ങിങ്ങിൽ വരുന്നതാണ്. ഹാങ്ങിങ്ങിൽ വരുന്നതാണ്. ഇത് 3 കളറാണ് ഇപ്പോൾ ഉള്ളത്. ഹാങ്ങിങ്ങില് 3-4 കളർ ഉണ്ടാവും. റെഡും ഉണ്ട് അല്ലേ? റെഡും ഉണ്ട്. ഇത് പൂക്കള് ഉണ്ടാവാറായി നിൽക്കുന്ന പെറ്റൂണിയകളാണത്. നമുക്ക് ഇത്ര അധികം നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതും പെറ്റൂണിയയില് പെട്ട ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. വളരെയധികം ഭംഗിയുള്ള ഒരു സിൽക്ക് ടൈപ്പ്. പിന്നെ ഇതിന്റെ കളറ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇതും ഡബിൾ പെറ്റലിന്റെ വേറെ ഷെയ്ഡുകളാണ്. വേറെ ഷെയ്ഡുകളാണ്. കുറച്ച് കളക്ഷൻ ഉണ്ടല്ലേ നമുക്ക്? കുറച്ചുണ്ട്. ഇത് വൈറ്റ് പെറ്റൂണിയാണ്. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കുറെ അധികം ബ്രാഞ്ചസ് ഉണ്ടാവും അതിന്. അതേപോലെ തന്നെ ഇത് സ്റ്റാർ പെറ്റൂണിയ. ഇതിൽ തന്നെ 3-4 കളേഴ്സ് ഉണ്ടായിരിക്കും. ഇത് സീനിയാണ്. സീനിയയുടെ തന്നെ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാതും 4 കളേഴ്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഡബിൾ ഷെയ്ഡ് അതും ഈ 4 വെറൈറ്റീസിൽ പെട്ടത് തന്നെയാണ്. ഈ സീഡ്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സെയിൽ നടക്കുന്നുണ്ട്, ഓഫർ സെയിൽ. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഷെയ്ഡ് സ്കാർലറ്റ് ആൻഡ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. ഇത് മൾട്ടി പെറ്റലാണ്. മൾട്ടി പെറ്റലാണ്. ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ്. ഇതെല്ലാം ഹൈബ്രിഡ് ആണ് അല്ലേ? എല്ലാം ഹൈബ്രിഡ് ആണ്. നമ്മൾ ഈ പൂച്ചെടികളൊക്കെ നടുമ്പോൾ അല്ലെങ്കിൽ അതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു പൂവിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് റിമൂവ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമാണ് പുതിയ ബ്രാഞ്ചസും അതിൽ പുതിയ പൂക്കളും ഉണ്ടാകുള്ളൂ. സീനിയയിൽ പെട്ടത് തന്നെ വളരെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ നിങ്ങൾ ഈ കാണുന്ന ബേബി സീനിയ. അത് വളരെയധികം ബ്രാഞ്ചസും വളരെ ചെറിയ പൂക്കളുമാണ്. നല്ല ബുഷി ആയിട്ട് ഒരു ബൊക്കെ പോലെ നിങ്ങൾക്ക് ഇതിനെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. ബേബി സീനിയാണ് വെറൈറ്റി. ഇതിലും 5-6 കളറ് നമുക്ക് കിട്ടും. ഇവിടെ അവൈലബിൾ ആണ്. ഈ വെള്ള അത് തന്നെ അല്ലേ? വെള്ള അത് തന്നെ. ഓറഞ്ച്, റെഡ്, അതേപോലെ യെല്ലോ, വൈറ്റ്, അങ്ങനെ പിങ്ക്, അങ്ങനെ ഒരു 5-6 കളറുകൾ നമുക്ക് ബേബി സീനിയയിൽ നമുക്ക് കിട്ടും.
നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ മല്ലിത്തൈകൾ അവൈലബിൾ ആണ്. ഇതിപ്പോ മണ്ണിലല്ല വെച്ചിരിക്കുന്നത്, സോയിൽലെസ് മീഡിയ ആണ്, അതായത് കമ്പോസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ ആവശ്യാനുസരണം മാത്രം നനച്ചാൽ മതിയാവും. അപ്പൊ ഇങ്ങനെയാവുമ്പോ നമുക്ക് ഫ്ലാറ്റുകളിലൊക്കെ വെക്കാനായിട്ട് വളരെ ഉപകാരമായിരിക്കും. കാരണം അവിടെ ഈ മണ്ണുള്ള പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അഴുക്ക് വെള്ളമായിരിക്കും താഴെ. ഇതാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, ചീച്ചലിനെ ബാധിക്കൂല. ആവശ്യമുള്ളപ്പോ കുറച്ച് വെള്ളം കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വിഷമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോ ഇത് എടുക്കുകയും ചെയ്യാം. മല്ലിയില നമുക്കത് ഉപയോഗിക്കാം. ഇത് കുറെ നാൾ നിൽക്കും ഇത് തൈ? നമ്മളൊക്കെ അത് മുറിച്ച് ഉപയോഗിക്കാം. പിന്നെ പുതിയത് എളുപ്പമൊന്നുള്ളൂ അല്ലേ? പുതിയത് വന്നു. നമ്മളവിടെ വലിയ ഹാങ്ങിങ് പോട്ടിൽ കണ്ടില്ലേ, അതേപോലെ ചെറിയ ആ ഒരു മല്ലി തന്നെയാണ് നമ്മൾ ഈ ചെറിയ ബോട്ടിലും നമ്മൾ കൊടുക്കുന്നത്. വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വിഷം അടിച്ചതൊന്നും വാങ്ങേണ്ട ആവശ്യം കഴിക്കേണ്ട കാര്യമില്ല. ഇത് കുറെ നാൾ നിൽക്കുമല്ലോ ഒരു തൈ മേടിച്ച? ഒരു വർഷമൊന്നും നിൽക്കില്ല, എന്നാലും കുറച്ച് നാള് നമുക്ക് ഉപയോഗിക്കാം. ഈ സീനിയകളൊക്കെ നമുക്ക് പോട്ടിലായിട്ടും ലഭിക്കും. അതേപോലെ നഴ്സറിക്കാർക്ക് അവരുടെ ആവശ്യാനുസരണം ട്രേയിലും നമുക്ക് ലഭ്യമാണ്. ഇപ്പൊ ഈ കാണുന്ന ഇപ്പൊ നേരത്തെ കണ്ട സീനിയയുടെ ഒക്കെ സീഡ്ലിങ്സ് ആണ് ഇപ്പൊ ഈ ട്രേകളിൽ കാണുന്നത്, ചെറിയ തൈ. അപ്പൊ നഴ്സറിക്കാർക്ക് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇതിപ്പോ പോട്ടിലേക്ക് വെക്കാൻ റെഡി ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. നിറയെ വേരായിട്ട് ഒരു ബോള് പോലെ സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് ഇത് കിട്ടുക. ഇത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പൂവില്ല, അത് ഉറപ്പാണ്. നമ്മൾ പറിച്ചു നടുന്നേക്കാൾ വളരെ നല്ലതാണ് ഈ ബോൾ സ്ട്രക്ചറിൽ കിട്ടുന്നത്. മണ്ണുത്തി സെന്ററിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങി ചെറക്കേക്കോടക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ത്തില് കൂടുതലായും നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി തൈകളും അതേപോലെ തന്നെ പൂച്ചെടികളുമാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പ്ലാറ്റിക്കോഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ 3 കളറിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 3 കളറുകൾ അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ്, ക്രീം വൈറ്റ് അല്ലേ? ക്രീം വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് പോലൊരു കളറും, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്. ഇതായി വരുന്നേ ഉള്ളൂ. ഷെയ്ഡിൽ വരുന്ന ഫ്രഞ്ച് മാരിഗോൾഡ് ആണ് ഇത്. കോമൺ ആയിട്ട് കാണുന്ന മാരിഗോൾഡ് അല്ല, ഇതൊരു ബുഷി ടൈപ്പാണ്. ധാരാളം ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഇതും ഇതേപോലെ ഹെഡ്ജൊക്കെ ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് വളരെയധികം ഭംഗിയായിരിക്കും. ഇത് പെൻഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് സീസൺ ഇല്ല, അതിന് എപ്പോഴും പൂവുണ്ടാവും. മഴയായാലും പ്രശ്നമില്ല, വെയിലായാലും പ്രശ്നമില്ല. ഹൈബ്രിഡ് ആണ്, വെറൈറ്റി. ഇതിൽ നമുക്കൊരു 5-6 കളേഴ്സ് ഒക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. ബുഷായിട്ട് നിൽക്കും. ഇത് പൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ബുഷായിട്ട് നിൽക്കുള്ളൂ. ഈ തൈകൾ നമുക്ക് ഹോൾസെയിലായും റീറ്റെയിലായും അതേപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ ഓൺലൈനായിട്ടും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ തൈകൾ വാങ്ങുന്നതിനും എൻക്വയറിക്കുമായിട്ട് ഇതിന് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. റെഡ് ലേഡി പപ്പായയുടെ തൈയാണ്. ഇതും നമ്മൾ ആവശ്യാനുസരണം ഇപ്പോൾ 1000 വേണമെങ്കിലോ 2000 വേണമെങ്കിലോ എത്രയാണ് നിങ്ങളുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ ഈ ട്രേയിലും ലഭ്യമാണ്. റെഡ് ലേഡി പപ്പായ കുറച്ച് മുന്നേ ഓർഡർ ചെയ്യണമെന്ന് മാത്രം. സീസൺ ആണ്, കൂൾ സീസൺ വെറൈറ്റീസ് ആണല്ലോ കാബേജ്, കോളിഫ്ലവർ ഒക്കെ. നഴ്സറിയില് മുരിങ്ങ, അകത്തി അങ്ങനെയുള്ള തൈകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പച്ചക്കറി തൈകളുടെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പൊ കൃഷിക്കാരാണെങ്കിലും സാധാരണ 1-2 വാങ്ങുന്ന കസ്റ്റമർക്കാണെങ്കിലും വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. ഇതെന്തെങ്കിലും പ്രത്യേകതയുള്ള മുരിങ്ങയാണോ? ഇത് ചെടി മുരിങ്ങ എന്നാണ് പൊതുവെ പറയാ. അതിന് ഒരു 6 മാസം കഴിഞ്ഞാൽ ഈ മുരിങ്ങ പൂത്ത് കായുണ്ടാവാം. നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സീസൺ ആയിട്ടുള്ള വിങ്ക പ്ലാന്റ്സും അവൈലബിൾ ആണ്. ആ വിങ്കയിൽ തന്നെ നോർമൽ വിങ്ക ഉണ്ട്, നമുക്ക് ഹാങ്ങിങ് വിങ്ക ഉണ്ട്. കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ടാറ്റു ഇനത്തിൽപ്പെട്ട 4 കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ടാറ്റു പപ്പായ, ടാറ്റു ടാഞ്ചറിൻ, ടാറ്റു ഓറഞ്ച്, ടാറ്റു ബ്ലാക്ക് ചെറി, ഇങ്ങനെ 4 കളറിലും ആ ടാറ്റൂസും ഉണ്ട് നമ്മുടെ. ഇത് നമ്മൾ ട്രേ ആയിട്ട് ഈ നോർമൽ വിങ്ക, ഹൈബ്രിഡ് വിങ്കകൾ നമ്മളിവിടെ ട്രേ ആയിട്ടും കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഇതില് ബ്ലാക്ക് ചെറിയും ഓറഞ്ചും ആണ് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെയിലായി പോയി. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്ന ഈ ബെഡിൽ കാണുന്ന ഈ എല്ലാ പോട്ടിലും ഇരിക്കുന്നത് നമ്മുടെ ഈ ടാറ്റൂന്റെ വെറൈറ്റീസ് ആണ്. ഈ 4 വെറൈറ്റീസ്. അപ്പോൾ ഓരോ ബാച്ച് കഴിയും തോറും നമ്മൾ പുതിയ ബാച്ച് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഇല്ല എന്നൊരു കംപ്ലൈന്റ് നമുക്ക് ഇതുവരെ
അങ്ങനെ വന്നിട്ടില്ല. ഒരു ബാച്ച് കഴിയുമ്പോൾ അടുത്ത ബാച്ച് അടുത്ത ബാച്ച് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഫ്രഞ്ച് മാരിഗോൾഡ്, അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ആഫ്രിക്കൻ മാരിഗോൾഡ്. ഈ ആഫ്രിക്കൻ മാരിഗോൾഡ് ആണ് നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളിടാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വെറൈറ്റിയാണ്. അതിന്റെ ഓറഞ്ചും മഞ്ഞയും അതിന്റെ ഈ 2 കളേഴ്സിലുള്ള തൈകളാണിത്. നിങ്ങൾ ഈ കാണുന്നതും മാരിഗോൾഡിന്റെ പ്ലാന്റ്സ് തന്നെയാണ്. പക്ഷെ അതിനെ വെച്ച് ഇത് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് കുറഞ്ഞൊരു വെറൈറ്റിയാണ്. നമുക്ക് എക്സിബിഷനുകളോ ഒക്കെ വരുമ്പോ, നമുക്ക് ഫ്ലവർ ഷോ ഒക്കെ വരുമ്പോ നമുക്ക് ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ്. ഇത് 2 കളറും ഉണ്ടോ? 2 കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ തൈ ഇതേപോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിറയെ വേരായിരിക്കും. ഒരു പ്രത്യേകത, നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് ഐറ്റം നാടൻ വെറൈറ്റിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രത്യേകത? നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രത്യേകത വാട്ടരോഗമാണ്. അപ്പൊ ഈ വാട്ടരോഗത്തിനെ പ്രതിരോധിക്കുന്ന പ്ലാന്റ്സിലാണ് നമ്മള് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പരിധിയിലേറെ നമുക്ക് വാട്ടരോഗത്തിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. നാടനാകുമ്പോൾ അതിന്റെ വേരും കാര്യങ്ങളൊക്കെ നാടനായിരിക്കും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് പ്ലാന്റ്സിന് ഉണ്ടായിരിക്കും. ഹൈബ്രിഡിന് വാട്ടരോഗം ബാധിക്കും. ഹൈബ്രിഡിന്റെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. എല്ലാം കിട്ടുകയും ചെയ്യും. എന്നാൽ വേരിൽ നിന്ന് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ തടയുകയും ചെയ്യും ഈ നാടനായതുകൊണ്ട്. അതൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. അപ്പൊ നമ്മള് സ്റ്റോക്ക് ഇപ്പൊ നിങ്ങൾ കാണുന്നത് തക്കാളിയുടെ പ്ലാന്റ്സ് ആണ്. അപ്പൊ തക്കാളിയുടെ ചെയ്ത് പിടിച്ച ഒരു പ്ലാന്റ്സ് ആണ് നിങ്ങൾ കാണുന്നത്. അതാണ് അവിടെ നമ്മളൊരു ഇത് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒരു മുറിവുണ്ടാക്കി അതിലേക്ക് ഹൈബ്രിഡ് തൈ വെച്ചു കൊടുക്കുന്നത്. ആ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിക്കും. ആ ഒട്ടിച്ച് ഇങ്ങനെയുള്ള തൈകൾ ചെയ്തതിന് ശേഷം നമ്മൾ മിസ്റ്റിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കും. ഒരാഴ്ച മിസ്റ്റിന്റെ ഉള്ളിൽ വെച്ച് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു രൂപത്തില് ഇങ്ങോട്ട് വരിക. ഒരു 90% നമുക്ക് ഈ പ്ലാന്റ്സ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പിടിച്ചു കിട്ടും. അപ്പൊ ചെയ്യുന്നത് ഒന്ന് നോക്കാം. ഇത് നാടനാണ്, തണ്ട് മുറിച്ചതല്ലേ? നാടൻ വെറൈറ്റിയാണ്. 25 ദിവസം പ്രായമായിട്ടുള്ള നാടൻ വെറൈറ്റിയാണ് നമ്മളൊരു 20-25 ദിവസം പ്രായമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഒട്ടുവെക്കുന്നത്. അപ്പോ ഇതൊരു 45 ദിവസം പ്രായമാകുമ്പോൾ ആവശ്യത്തിനുള്ള തണ്ടിനുള്ള കനം വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെടീനെ നമ്മൾ ഈ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരു മുറിവുണ്ടാക്കും. മുറിവുണ്ടാക്കും നമ്മൾ ഈ ഹൈബ്രിഡ് പ്ലാന്റ്സ് എടുത്ത് അതിനെ 2 ഭാഗവും നമ്മൾ ചെത്തി ഈ ഒരു ഷേപ്പാക്കി അതിനെ ഈ മുറിവിലോട്ട് വെച്ച് ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഈ ഒരു 104 ക്യാവിറ്റിയുടെ ട്രേ മുഴുവൻ ഇതേപോലെ വെട്ടി ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മിസ്റ്റിന്റെ ഉള്ളിലേക്ക് മാറ്റും. ഒരാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് എടുത്ത് ക്ലിപ്പ് അഴിച്ചു മാറ്റി അതിന് വളം കൊടുത്ത് മരുന്നടിച്ച് അങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് സെയിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ ഈ കാണുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് 7 ദിവസത്തിന് ശേഷം കൂട്ടിൽ നിന്ന് പുറത്തിറക്കിയ തൈകളാണ്. ഇത് നമ്മൾ ഇതിന്റെ ക്ലിപ്പ് അഴിച്ച് വളം കൊടുത്ത് അതിന്റെ ഹാർഡനിങ് ചെയ്തിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുക. ഇതിപ്പോ ഹെബനാരോ യെല്ലോ നെയ്മുളകാണ്, അതിന്റെ ഒരു വെറൈറ്റിയാണ്. ഇതാണ് പോട്ടി മിക്സ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വിത്തുകള് ഒക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന മിശ്രിതം ആണിത്. ഇതില് കമ്പോസ്റ്റ്, വിത്ത് കമ്പോസ്റ്റ്, പെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ഈ 3 ഐറ്റാണ് ഉപയോഗിക്കുന്നത്. അത് 3:1:1 റേഷ്യോയില് നമ്മളിത് വോളിയമാണ്, വെയിറ്റിലല്ല, വോളിയത്തില് 3:1:1 റേഷ്യോയില് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ 3 എന്ന് പറയുന്നത് ചകിരിച്ചോറ്, അതാണ് കൂടുതൽ വേണ്ടത്. ബാക്കി 2 ഇനേർട്ട് മെറ്റീരിയൽ ആണ്. മണ്ണ് യൂസ് ചെയ്യുന്നില്ല. ഇത് ചുമപ്പ് ചീരയാണ് ഈ കാണുന്നത്, സ്നോ വൈറ്റ് വെറൈറ്റി. ഓപ്പൺ ആയിട്ട് നമുക്ക് പോളി ഹൗസിന്റെ ആവശ്യമില്ല, ഓപ്പൺ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാം. ചുമപ്പ് വെണ്ടയാണത്. ഇതിന്റെ അത്യാവശ്യം തൈകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഓരോ ട്രേയിലും നമുക്ക് ചീരവിത്ത് വളരെ ചെറുതായ കാരണം നമുക്ക് ഓരോ വിത്ത് വീതം ഇടാന്ന് പറഞ്ഞ പ്രായോഗികമല്ല. അപ്പോൾ 2-3 വിത്ത് വീതിട്ട്
അത് വലുതായതിനു ശേഷം നമ്മളത് വേറെ ഇതിലേക്ക് പറിച്ചു മാറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇതിന്റെ സീഡും നമ്മൾ ഇതേപോലെ തന്നെയാണ് ട്രേയില് പാവി മുളപ്പിച്ച് തൈകളാക്കുന്നത്. വിങ്കയുടെ ട്രേയിൽ ഇരിക്കുന്ന തൈകളാണിത്. ഇതാണ് നമ്മൾ ചെറിയ ചെറിയ പോട്ടുകളിലേക്ക് 4-5 ഇല ആവുമ്പോ മാറ്റി നടുന്നു. ഇത് അകത്തിച്ചീര. അകത്തിച്ചീരയുടെ പൂവും ഇലയും ഇപ്പോ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. വളരെയധികം ആന്റി ഓക്സിഡൻസ് ഉള്ളൊരു ഫ്ലവറും ലീഫും ആണത് അകത്തിച്ചീര. ഇപ്പൊ ഈ കാണുന്നത് സീനിയ ഫ്ലവർ നമ്മൾ കണ്ടില്ലേ, ആ സീനിയയുടെ ട്രേയില് പാകിയിട്ടുള്ള തൈ. മൾട്ടിപെറ്റൽ ആദ്യം കണ്ടതാ? മൾട്ടിപെറ്റൽ അല്ല, ഇത് സിംഗിൾ പെറ്റൽ. അത് 3-4 അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഇവിടെ മൂവിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. തക്കാളിയുടെ ശിവം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ തൈകളാണ് ഈ കാണുന്നത്. നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ കർഷകർക്കും കൃഷിഭവനിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും. സിറ കൂടുതലായും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സിറയാണ്. നല്ല വളരെയധികം അത്യുൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് വഴുതന, ഗ്രീൻ ലോങ് ഇനത്തിൽപ്പെട്ട വഴുതനയാണ്. ലൈറ്റ് ഗ്രീൻ കളറ്, കുറച്ച് നീളത്തിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും ഹൈബ്രിഡ് തന്നെയാണ്. ഇതും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. സാധാ വഴുതനയില് വഴുതന വെച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. കാബേജിന്റെ ഒക്കെ സീസൺ ആണ്, കൂൾ സീസൺ വെറൈറ്റീസ് ആണല്ലോ കാബേജ്, കോളിഫ്ലവർ ഒക്കെ. പച്ചക്കറിയുടെയും പൂച്ചെടിയുടെയും കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ഇൻഡോറിന്റെ കളക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. മെയിൻ ആയിട്ട് നമുക്ക് CC പ്ലാന്റ് ഉണ്ട്, പിഡിലാന്തസ് ഉണ്ട്, ക്രിപ്താന്തസ്, ബേർഡ് ഓഫ് പാരഡൈസ്, പിന്നെ ഫിലോഡെൻഡ്രോൺ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അവിടെ എന്താ ഒരു കളർ കാണുന്നത് മെറൂണ്? അത് ക്രിപ്താന്തസ്. അതാണ് ക്രിപ്താന്തസ് അല്ലേ? പിന്നെ കുറച്ച് ഹാങ്ങിങ്ങിന്റെ കളക്ഷനും ഉണ്ട്. ഇതൊക്കെ അല്ലേ? ഇതും റെഡ് കളറിലുള്ളത്. ആണല്ലേ?